DSP അടക്കം സ്ലാബ് പിടിച്ച് മാറ്റി. ആളുണ്ടെന്ന് കണ്ടു, മുൻവശത്ത് വന്നു, ആളുടെ രൂപം കണ്ടു. സ്വാമിയാണെന്നുള്ള കാര്യം മനസ്സിലായി. ശരീരമെല്ലാം നല്ല വീർത്തു, തലയെല്ലാം വയറെല്ലാം നല്ല വീർത്തു. നെയ്യാറ്റിൻകരയിലെ സമാധിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അങ്ങനെ കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വാഭാവിക മരണമാണെന്ന് പറയുമ്പോഴും ചില ദുരൂഹതകൾ എവിടെയൊക്കെയോ മറ നീക്കാതെ പുറത്തു വരാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്നത് ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അംശം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടത്. മറ്റൊന്ന്, ശരീരഭാഗത്ത് ഒരു പാടുണ്ട്, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പോലീസും ഡോക്ടർമാരും ഒന്നടക്കം ചോദിക്കുന്നതും അന്വേഷിക്കാൻ പോകുന്നതും. ഇന്നിപ്പോ രാജാവിനെ പോലെ മഹാസമാധിയായി അച്ഛനെ വീണ്ടും സമാധി പീഠത്തിലേക്ക് മാറ്റുമെന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. അപ്പോഴും 3 ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ടുകൾ വരാനുണ്ട്. ഇത് ഏറെ നിർണായകമാകും. നാട്ടുകാർ ഇപ്പോഴും പറയുന്നത് ഇത് സമാധി അല്ല, ഇതൊരു കൊലപാതകമായിരിക്കാനാണ് സാധ്യത എന്നുള്ള നിഗമനത്തിലേക്ക് നാട്ടുകാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഇനി? സമാധിയിൽ സമാധാനം കിട്ടുമോ? തുടക്കത്തിൽ മുതലുള്ള ഇത് അസ്വാഭാവിക മരണമാണോ എന്നുള്ളതായിരുന്നു സംശയം. അസ്വാഭാവിക മരണമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് അവിടെ പരിശോധന നടത്തുന്നു. ആ പരിശോധന നടത്തിയപ്പോൾ ഇരുന്ന നിലയിൽ, അതായത് സമാധിയായി ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പൂർണ്ണമായും ജീർണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു പോലീസ് സർജന്മാർ ഉൾപ്പെടെ അവിടെ എത്തിയത്. എന്തായാലും പ്രാഥമിക പരിശോധനയിൽ ശരീരത്തിൽ ബാഹ്യമായ വലിയ പരിക്കുകളില്ല. അതായത് സാധാരണ ആരെങ്കിലും മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ ഉണ്ടാകാവുന്ന തരത്തിലുള്ള പരിക്ക് ഒറ്റ നോട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം. എന്ന് വെച്ചാൽ ഇതിൽ ഒരിക്കലും ഒരു മറ്റുള്ള രീതിയിലുള്ള മരണമാണോ അല്ലെങ്കിൽ അസ്വാഭാവികമല്ലാത്ത രീതിയിലാണോ എന്ന് പൂർണ്ണമായി പറയാൻ പറ്റത്തില്ല. ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനിയും കുറച്ച് രാസപരിശോധനാ ഫലം വരണം. എന്ന് പറഞ്ഞാൽ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്, ഇവ പരിശോധിക്കണം. ധന്യ നേരത്തെ പറഞ്ഞൊരു കാര്യം, ആന്തരിക അവയവത്തിലേക്ക് അതായത് ഭസ്മം ഉള്ളിൽ ചെന്നോ എന്നുള്ളതാണ് അല്ലേ. ഭസ്മം ഉള്ളിൽ ചെന്നോ എന്നുള്ളത് വലിയ സംശയം. കാരണം ഈ ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരം അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത്, അതായത് ഈ കല്ലറയിൽ വായിൽ ഭസ്മം നിറഞ്ഞ രീതിയിലായിരുന്നു. വായിൽ ഭസ്മം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വാസകോശത്തിലേക്ക് എത്താൻ യാതൊരു സാധ്യതയില്ല. അപ്പം ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ശ്വാസകോശത്തിലെത്തൂ. ശ്വാസകോശത്തിൽ ഭസ്മത്തിൻ്റെ അംശം കണ്ടെത്തിയാൽ ഒരു പക്ഷേ ഒരു കൊലപാതക കുറ്റത്തിലേക്ക് ഇത് കേസ് വഴിമാറാം. അപ്പം വളരെ പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാകാം. മാത്രമല്ല ഈ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി, അതായത് സമാധി ഇരുത്താൻ വേണ്ടി 3-4 ചാക്ക് ഭസ്മം ഉപയോഗിച്ചു, അതുപോലെ തന്നെ കർപ്പൂരം ഉപയോഗിച്ചു. ഇതെല്ലാം കൊണ്ട് കഴുത്തറ്റം മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വിശദമായ പരിശോധന വേണം. ഇനി മാത്രമല്ല 4 അടിയോളം ഉയരമുള്ള ഒരാളാണ് ഈ ഗോപൻ സ്വാമി. അദ്ദേഹം ഇരിക്കുന്ന രീതിയിലാണല്ലോ ഈ സമാധിയുള്ളത്. മാത്രമല്ല ഫ്രണ്ട് വശം തുറക്കാം, അതുപോലെ മുകൾ വശം തുറക്കാം. ഇങ്ങനെയാണ് ഈ സമാധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കല്ലറ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഈ മൃതദേഹം അതിനകത്തുള്ളിൽ വെച്ചതിന് ശേഷം ഒരു പക്ഷേ സിമൻറ്റ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് അടച്ചതാകാം ഒരു സാധ്യത. ഇനി 2, ഈ മരണം എപ്പോഴാണ് സംഭവിച്ചത് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല. മരണസമയം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ സ്വാഭാവികമായ മരണമാണെങ്കിൽ ഇവർ പറയുന്ന അനുസരിച്ച് മരുന്നുമൊക്കെ കഴിച്ച് കഞ്ഞിയുമൊക്കെ കുടിച്ച് പോയി സമാധിയിരുന്നു ആ സമയത്തിനുള്ളിൽ സംഭവിക്കണം. അതല്ല പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ആണെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടെന്ന് സംശയം തോന്നും. ഇപ്പോൾ പറയുന്നത് ബന്ധുക്കൾ മകനൊക്കെ പറയുന്നത് കണ്ടോ, പ്രാഥമികമായ റിപ്പോർട്ടിൽ തന്നെ കൊലപാതകമൊന്നുമല്ല, ഞങ്ങൾക്ക് അച്ഛൻ്റെ ഈ ഭൗതിക ശരീരം സംസ്കരിക്കണം, അത് സമാധി ഇരുത്തണം, അത് വലിയ ചടങ്ങായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ചില സംഘടനകളും ഇവർക്കൊപ്പം കൂടുന്നുണ്ട്. പക്ഷേ പോലീസ് നൽകുന്ന സൂചന ആന്തര അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇതൊരു കൊലപാതകമാണോ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ പോലീസിന് സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സമീപത്തുള്ള ആളുകൾക്ക്, പ്രദേശവാസികൾക്ക്, ജനങ്ങൾക്കെല്ലാം സംശയമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പുതിയ യുഗത്തിൽ ഒരാൾ സമാധി ഇരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ലോജിക്കിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല ഒരാളുടെ വായിൽ ഭസ്മം കാണപ്പെട്ടുവെങ്കിൽ ആ വായ തുറന്ന അവസ്ഥയിലായിരുന്നു കാണപ്പെട്ടത്. മാത്രമല്ല ബാക്കിയുള്ള ഭാഗം, മുഖമൊന്നും അത്ര പൂർണ്ണമായി ജീർണിച്ചില്ല. അയാളെ കണ്ടാൽ തിരിച്ചറിയും, വായ തുറന്ന രീതിയിലാണ്. സമീപത്തുള്ള ആളുകളൊക്കെ തിരിച്ചറിയും. ആദ്യത്തെ സംശയം ഈ സ്വാമി തന്നെയാണോ ഈ കല്ലറയിലുള്ളത് എന്നായിരുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷേ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം ഏതാണ്ട് ഒരാഴ്ച വൈകിയേ പുറത്തേക്ക് വരികയുള്ളൂ. അതിനുശേഷം മാത്രമേ ഈ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് പറയാൻ പറ്റും. എന്തായാലും ഭാര്യയും മക്കളും ഒന്നും തന്നെ ഈ കല്ലറ പൊളിച്ചപ്പോൾ പ്രതികരണവുമായി അല്ലെ പ്രതിഷേധവുമായി രംഗത്തെത്തിയില്ല. 2 കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, അവർക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട്. മറ്റൊന്ന്, ഇവർ എന്തെങ്കിലും ചെയ്താൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് 1-ാം പ്രതിയായി നിന്നെ ആയിരിക്കും ഞങ്ങൾ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ പേടിയുണ്ടാകാം. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ജീർണിച്ചു തുടങ്ങിയ ഒരു ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാൽ ഒരുപക്ഷെ കേരളം തന്നെ ഞെട്ടുമോ
അല്ലേ? തീർച്ചയായിട്ടും അതൊരു സംശയമായി എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. കാരണം ഈ മൊഴികളിലെ ഒരു വൈരുദ്ധ്യം പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ആദ്യം ഗോവൻ സ്വാമിയുടെ ഭാര്യ പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന് ആത്മാവ് പോകുന്നത് അവർ കണ്ടു, കൈലാസത്തിലേക്ക് പോകുന്നത് അവർ കണ്ടു. അദ്ദേഹം എണീച്ച് വന്ന് ഈ മരുന്നുകൾ കഴിച്ച് കഞ്ഞി കുടിച്ചിട്ടാണ് വന്ന് ഈ പീഠത്തിനടുത്തുള്ള സ്ഥലത്തിരുന്ന് സമാധിയായത് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അത്തരത്തിൽ ആ ഒരു മൊഴി തന്നെയാണ് മകനും പറഞ്ഞത്. പക്ഷേ ആ നാട്ടുകാർ പറയുന്നു 2 വർഷത്തോളമായി കിടന്ന കിടപ്പിലുള്ള ആളാണ് എന്നാണ് പറയുന്നത്. പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും പോകാൻ പറ്റില്ല. കിടന്നുകൊണ്ടാണ് അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തുന്നത്. അതിൻ്റെ പേരിൽ ഈ മകൻ രാത്രിയൊക്കെ ഇദ്ദേഹത്തെ വലിയ രീതിയിൽ വഴക്ക് പറയാറുണ്ടെന്നും മോശമായ വാക്കുകൾ ഇദ്ദേഹത്തോട് സംസാരിക്കാറുണ്ടെന്നും ഒക്കെ നാട്ടുകാർ കണ്ടതായി പറയുന്നുണ്ട്. മാത്രമല്ല ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത യേശുദാസൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇപ്പോഴും ഇതൊരു സ്വാഭാവിക മരണമാണ് എന്ന് പറയുന്നില്ല. അദ്ദേഹം ഇപ്പോഴും അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാട്ടുകാർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം എന്നുള്ളത് കൃത്യമായി പോലീസ് എന്തായാലും അന്വേഷണം നടത്തും. കാരണം ഒരു വിഭാഗം നാട്ടുകാർ മുഴുവൻ പറയുകയാണ് ഇത് പിന്നെ ഗോപൻ സ്വാമി, കിടപ്പിലായ ഗോപൻ സ്വാമി എങ്ങനെയാണ് എണീച്ചു വന്ന് ഈ പീഠത്തിൽ ഇരുന്നു എന്നൊക്കെ പറയുന്നത്. ഒന്നുകിൽ ഇതൊരു വാണിജ്യ അല്ലെങ്കിൽ ഇതൊരു സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി ഇവർ ചെയ്യുന്ന, ഇതിപ്പോൾ ഇന്ത്യ ഒട്ടാകെ നെയ്യാറ്റിൻകര സമാധി അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നാളെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഇത് കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നാളെ ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറ്റിക്കൊണ്ട് ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ഇവർ നടത്തിയ ഒരു ഗൂഢാലോചനയായിരിക്കാം. മരണം സ്വാഭാവികമായിരിക്കാം ചിലപ്പോൾ. അപ്പം ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഹിന്ദു സംഘടനകളൊക്കെ ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട്, ഇവർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഇതൊരു ഇനി സമാധി മഹാരാജാവിനെ പോലെ അച്ഛനെ സമാധിയാക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി അതിലൂടെ സാമ്പത്തിക നേട്ടം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കൊലപാതകമാണ് എങ്കിൽ ഇവർ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം പ്രാഥമികമായി സാധാരണ ഒരു കൊലപാതകമൊക്കെ നടന്നാൽ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഷാരോൺ വധക്കേസ് അറിയാലോ, ഷാരോണിന്റെ കേസിലും തുടക്കത്തിൽ ഡോക്ടർമാർക്ക് ഇതൊരു സംശയമൊന്നും ഇല്ലായിരുന്നു, ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള പരിശോധനയിലൊക്കെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ രാസപരിശോധനാ ഫലങ്ങൾ വരണം. അതുവരെ സമാധിയിൽ നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും ഒന്നും സമാധാനമില്ല, പ്രത്യേകിച്ച് പോലീസിനും സമാധാനമില്ല. ഈ കുടുംബത്തിന് വലിയ അറിവോ ജ്ഞാനമോ ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതുകൊണ്ടാണ് പ്രാഥമികമായി റിപ്പോർട്ട് വന്ന് സ്വാഭാവിക മരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ വലിയ രീതിയിൽ വികാരഭരിതരായൊക്കെ പ്രതികരിക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷേ യഥാർത്ഥ റിപ്പോർട്ട് ഇനി വരാനിരിക്കുന്നതാണ്. കാരണം ഈ തലയിലൊരു ക്ഷതമേറ്റ പാടുണ്ടെന്ന് പറയുന്നു. അതെങ്ങനെയാണ് വന്നത്? സ്വാഭാവികമായിട്ടാണോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വീണതിൻ്റെ ആണോ, ഇനി ആരെങ്കിലും അടിച്ചു പരിക്കേൽപ്പിച്ചതിൻ്റെ ആണോ എന്നുള്ള ഒരു സംശയം പോലീസിൽ നിലകൊണ്ടുന്നുണ്ട്. മക്കളെ വിളിച്ച് വീണ്ടും മൊഴിയിലെ വൈരുദ്ധ്യം ചോദ്യം ചെയ്യും എന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് ഇത് കൃത്യമായും വിശ്വസിച്ചിട്ടില്ല ഇതൊരു സ്വാഭാവിക മരണമാണ് എന്നുള്ളത്. അപ്പോൾ ഇനി ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ടുകൾ വരുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഗോപൻ സ്വാമി എണീച്ച് വന്ന് കല്ലറയിൽ സമാധിയായതാണോ അതോ മക്കൾ സമാധിയാക്കിയതാണോ എന്നുള്ളത്. ഈ വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് മാറുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് സമീപവാസികൾ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളുടെയൊക്കെ മുമ്പിൽ തങ്ങളുടെ അച്ഛൻ സമാധിയായി, തങ്ങളുടെ അച്ഛൻ ഒരു സ്വാമിയാണ്, വിശ്വാസിയാണ് എന്നുള്ള രീതിയിൽ അവർ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ ആശയക്കുഴപ്പം ഒഴിവാണ്. അപ്പോൾ ഇവർ ഈ ധന്യ പറഞ്ഞതുപോലെ ഇവരൊരു പക്ഷേ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരാളെ സമാധിയിരുത്തുന്നു. അങ്ങനെ സമാധിയിരുത്തി അല്ലെങ്കിൽ ഇതൊരു വലിയ സ്വാമിയാണെന്നുള്ളൊരു പ്രചരണം ലഭിച്ചാൽ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ നടക്കും. കാരണം അതിർത്തി പ്രദേശത്തല്ലേ, അതിർത്തിയിൽ നിന്നൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അതൊരു സാമ്പത്തിക നേട്ടമാണ്. കാരണം ഈ അച്ഛൻ ഗോപൻ സ്വാമി അദ്ദേഹം വലിയ ദൈവവിശ്വാസി, മകൻ അത്തരത്തിലുള്ള പൂജകളൊക്കെ നടത്തും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെയ്ത് ആയ ആളായതുകൊണ്ടാണ് ഇത് സമാധി തന്നെയാണോ എന്നുള്ള സംശയം വന്നത്. ഇനി ആന്തരികാവയവ പരിശോധന വരുമ്പോൾ ഈ ഉള്ളിൽ എങ്ങനെയാണ് ഭസ്മം ചെന്നതെന്ന് വളരെ സംശയം ഉണ്ടാക്കും. അതിന് കൃത്യമായ മറുപടിയാണ് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരണം. അപ്പോൾ ഇവിടെ പോലീസിന് മുമ്പിലുള്ള തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് അമ്മയും മക്കളും നൽകിയ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ചിലർ പറയുന്നു അവിടെ വന്നിരുന്ന് സമാധിയായി, പിന്നെ പറയുന്നു ചിലർ എടുത്തിരുത്തി എന്നൊക്കെ. പിന്നെ ക്ഷതമുണ്ടെന്ന്
പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് 4 അടിയോളം ഉയരമുള്ള ഒരാളെ ഒരു സിമൻറ്റ് ബ്ലോക്ക് കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടം പോലെയുള്ള ഒരു ഭാഗത്ത് കൊണ്ടിരുത്തുന്നു. അതാണ് സമാധി എന്ന് പറയുന്നത്. അതിൻ്റെ മുൻവശം ഓപ്പണാണ്, ഒരാളെ കൊണ്ടിരുത്താൻ കഴിയുന്ന രീതിയിൽ. മുകൾ ഭാഗം ഓപ്പണാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യണം. ആ സമയത്താണ് ഇവിടെ കൊണ്ടിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്ലാബിനുള്ളിലേക്ക് കൊണ്ടിരുത്തുന്ന സമയത്ത് ഗോപൻ സ്വാമിക്ക് ജീവനുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മരിച്ച സമയം എന്നുള്ളത് വളരെ നിർണായകമാണ്. അപ്പോൾ പ്രാഥമികമായ പരിശോധനയിൽ മരിച്ച സമയം കണ്ടെത്താൻ കഴിയില്ല. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയിൽ ഇത് വ്യക്തമാകും. പക്ഷേ ഇതിന് 2 ആഴ്ചയോളം എടുക്കും. അപ്പോൾ രാസപരിശോധനാ ഫലം വരുമ്പോഴേക്കും വീണ്ടും മൃതദേഹം ജീർണിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ സാമ്പിൾ അവരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഈ സംശയം ദൂരീകരിക്കാൻ പറ്റും. അപ്പോൾ ശ്വാസം മുട്ടി മരിക്കാനുള്ള ഒരു സാധ്യത പോലും ഉണ്ടെന്ന് പോലീസ് പറയുന്നു. പക്ഷേ എന്താണ് അവർ വ്യക്തമാക്കാത്തതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇതൊരു വലിയ ചർച്ചയായി മാറ്റുകയും ഒരു വിഭാഗം ആളുകൾ ഈ സ്വാമിക്കും കുടുംബത്തിനൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്നു. മറുവിഭാഗമാണ് ഇതിനകത്ത് വളരെ പേടിക്കണ്ടല്ലേ. കാരണം ഒരു മതവിഭാഗത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കുന്ന രീതിയിൽ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാഥമികമായി ഇത് കൊലപാതകമല്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയും മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ വളരെയധികം ആഹ്ലാദഭരിതരായി. ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, ശരിയായിരിക്കാം, അവരുടെ ഒരു വിശ്വാസമാണ് അങ്ങനെ സമാധിയായത്. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ദുരൂഹത അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിലുള്ള ദുരൂഹതയൊക്കെ അഴിഞ്ഞു വീഴട്ടെ, അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ, ആ രീതിയിൽ കേസുമായി മുന്നോട്ട് പോകട്ടെ. ഇനി അതല്ല, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സ്വന്തം പിതാവിനെ കൊല്ലാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതിനിവർ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ അഴിയുക തന്നെ വേണം. എന്തായാലും രാസപരിശോധനാ ഫലം വരട്ടെ, അതുവരെയുള്ള ദുരൂഹതകൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ട്. അതെ, തീർച്ചയായിട്ടും.